നമസ്കാരം. ഇസ്രായേൽ ആക്രമണത്തിൽ ഹമാസിന് വീണ്ടും കനത്ത തിരിച്ചടി. 6 ഹമാസ് തീവ്രവാദികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇവരുടെ ചാര വിഭാഗത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളും കൊല്ലപ്പെട്ടു. നൗഫൽ ബിലാൽ എന്നയാളാണ് ഇന്ന് കൊല്ലപ്പെട്ട ഹമാസിൻ്റെ ചാര വിഭാഗത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു നേതാവ്. ഗാസയിൽ ഇസ്രായേലിൻ്റെ ചാരന്മാരാണോ എന്ന് ഹമാസ് സംശയിക്കുന്ന വ്യക്തികളെ അവരെ നിരീക്ഷിക്കാനും അവരെ പിടികൂടി ചോദ്യം ചെയ്യാനും രഹസ്യങ്ങൾ അവർ പുറത്തുവിട്ടിട്ടുണ്ടെന്ന് സംശയം തോന്നിയാൽ അവരെ ക്രൂരമായി മർദ്ദിക്കാനുമെല്ലാം നേതൃത്വം കൊടുത്തിട്ടുള്ള ആളായിരുന്നു നൗഫൽ. നൗഫലടക്കം 6 പേരാണ് ഇസ്രായേലിൻ്റെ അതിശക്തമായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഹമാസിൻ്റെ ഈ ചാര ശൃംഖലയിൽ ആളുകളെ എങ്ങനെ ക്രൂരമായി ചോദ്യം ചെയ്യണം, അതല്ലെങ്കിൽ അവരെ എങ്ങനെ നിരീക്ഷിക്കണം തന്ത്രപരമായി തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ ഒരാളാണ് ഈ നൗഫൽ. ഇതിനായി ഇയാൾ വളരെ ക്രൂരമായ മുറകളാണ് ഉപയോഗിക്കാറുണ്ടായിരുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഗാസയിലെ സാധാരണക്കാരായ ജനങ്ങൾ അവരുടെ എല്ലാ നീക്കങ്ങളും ഇയാളുടെ കീഴിലുള്ള ഒരു സംഘം നിരീക്ഷിക്കുന്നുണ്ടായിരിക്കും. അവർക്ക് ഇവർ ഇസ്രായേലിന് എന്തെങ്കിലും വിവരങ്ങൾ നൽകുന്നവരാണ് എന്ന് സംശയം തോന്നിയാൽ അവരെ അപ്പോൾ തന്നെ പിടികൂടി ഇയാളെ മുന്നിലെത്തിക്കുന്നതും തുടർന്ന് ഇയാളുടെ നേതൃത്വത്തിൽ വളരെ ക്രൂരമായ മർദ്ദനമുറകൾക്ക് അവരെ വിധേയമാക്കുന്നതുമായിരുന്നു ഇവരുടെ രീതി. നൗഫലിൻ്റെ മരണം ഹമാസ് തീവ്രവാദികൾക്ക് കനത്ത തിരിച്ചടിയാകും എന്ന് തന്നെയാണ് ഇസ്രായേൽ സൈന്യം വിശ്വസിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ഈ മേഖലയിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഇയാളുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘമാണ് നിരീക്ഷിക്കുമായിരുന്നത് എന്നത് തന്നെയാണ്. നേതാവ് ഇല്ലെങ്കിൽ പിന്നീട് ഇയാളുടെ അനുയായികളെന്ന് പറയപ്പെടുന്ന പലർക്കും തന്നെ സ്വന്തമായി തീരുമാനമെടുക്കാനുള്ള കഴിവൊന്നും ഉള്ളവരല്ല. ഇയാളുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ഒരു സംഘമാണ് ഇയാളുടെ കൂടെ ഉണ്ടായിരുന്നത്. ഗാസയിലെ ആക്രമണം കൂടാതെ ഖാൻ യുനീസിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെട്ടിരുന്നു. ഇവരുടെ കയ്യിൽ ആയുധങ്ങൾ ഉണ്ടായിരുന്നതായും ഇസ്രായേൽ സൈന്യം വെളിപ്പെടുത്തി. ഈ ദിവസങ്ങളിലൊക്കെ തന്നെ ഹമാസ് തീവ്രവാദികൾക്ക് കനത്ത തിരിച്ചടികളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ നിരവധി പ്രവർത്തകരും സുപ്രധാന നേതാക്കളും കൊല്ലപ്പെടുന്നു. കൂടാതെ ഇവർക്ക് എല്ലാ പിന്തുണയും നൽകി കൂടെ നിൽക്കുന്ന അതല്ലെങ്കിൽ പല രാജ്യങ്ങളിലായി അതിക്രമം നടത്തുന്ന ഹിസ്ബുള്ളയ്ക്കും അതുപോലെ ഹൂതി വിമതർക്കും എല്ലാം തന്നെ കനത്ത തിരിച്ചടി തന്നെയാണ് ഈ ദിവസങ്ങളിൽ ലഭിക്കുന്നത്. ഹൂതി വിമതരുടെ മിസൈൽ സംവിധാനം തന്നെ അമേരിക്കയുടെ വ്യോമാക്രമണത്തിൽ കഴിഞ്ഞ ദിവസം തകർന്നിരുന്നു. അതുപോലെ ഹിസ്ബുള്ളയ്ക്കും കനത്ത നഷ്ടമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ ആകട്ടെ സിറിയയിലും ലെബനനിലുമൊക്കെ ഉള്ള ഇവരുടെ താവളങ്ങൾ ലക്ഷ്യമാക്കി നിരവധി തവണ മിസൈൽ പ്രയോഗം നടത്തുകയും അങ്ങനെ നിരവധി പേർ കൊല്ലപ്പെടുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ചെങ്കടലിൽ തങ്ങൾക്ക് ആധിപത്യം സ്ഥാപിക്കാനുള്ള ഹൂതി വിമതരുടെ എല്ലാ നീക്കങ്ങളും ഇപ്പോൾ പരാജയപ്പെടുന്നു. ഹിസ്ബുള്ള തകരുന്നു. ഒപ്പം ഹമാസും സ്വാഭാവികമായ തങ്ങളുടെ അന്ത്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെയൊക്കെ തന്നെ ഒരു ഫലമാണ് ഇപ്പോൾ ഈ നൗഫലിനെ പോലെയുള്ള അവരുടെ ചാര സംഘടനയുടെ ചാര ശൃംഖലയുടെ നേതാക്കൾ ഒരാളുടെ കൊലയും.